ഹായ് സുഖല്ലേ? ഇനിയിപ്പോൾ കർക്കിടകം രാമായണ മാസമല്ലേ, നമ്മുടെ വീട്ടിനൊരു ദൈവിക മണം കിട്ടാൻ ഈ പൊടിയുടെ ഒരു നുള്ളു മതിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാറെന്നും കമൻറ്റ് ചെയ്യൂ കേട്ടോ. ചില വീട്ടിൽ പോകുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടില്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ ആ ഒരു പോസിറ്റിവിറ്റി കിട്ടാനും നല്ലൊരു മണം കിട്ടാനും ഈ ഒരു പൊടി നമ്മൾ ഉപയോഗിച്ച് നോക്കും. ഇത് പല രീതിയിൽ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളെങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അറിയാത്തവരെന്തായാലും ട്രൈ ചെയ്യൂ. ഇതാണ് ജവാദ് പൊടി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ജവാദ് പൗഡർ. നമ്മുടെ ആയുർവേദിക് ഷോപ്പിലും ഖാദിയുടെ ഷോപ്പുകളിലൊക്കെ കിട്ടും, ഇല്ലെങ്കിൽ ഓൺലൈനിൽ. ഞാൻ ഓൺലൈനിലാണ് എപ്പോഴും മേടിക്കണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 ഒരു 130 രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഇടാം ഇതിലായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു 5-6 ഉപയോഗം ഞാൻ കാണിച്ചു തരാം. ഒരുപാടുണ്ട്, എന്താണ് ഞാൻ പറഞ്ഞുതരാട്ടുള്ളൂ. നമ്മളുടെ പൂജാ റൂമിലുള്ള ദൈവങ്ങളുടെ ഫോട്ടോസും വിഗ്രഹങ്ങളും പൂജാപാത്രങ്ങളും എല്ലാം തുടയ്ക്കാൻ വേണ്ടി ഇതുപോലെ വെള്ളത്തിലൊരു നുള്ളു പൊടിയിട്ടിട്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താലും കുറേ ദിവസം ഈ മണം നിൽക്കും. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. ആ മണം അത്രയും ദിവസം അത് നിൽക്കും കേട്ടോ, പോവില്ല. ഇതെൻ്റെ പൂജാ റൂമിലെ കൃഷ്ണനാണ് കേട്ടോ. നല്ല ഭംഗിയിലേ കാണാൻ. കമൻറ്റ് ചെയ്യണേ എൻ്റെ കൃഷ്ണനെ കാണാൻ ഭംഗിയുണ്ടോയെന്ന്. കണ്ടോ, നല്ല സുന്ദരനല്ലേ? അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂജാപാത്രങ്ങൾ കഴുകി വെച്ചതൊക്കെ ഈ തുണി കൊണ്ടൊന്ന് ഈ പൊടിയിട്ട വെള്ളം മുക്കിയിട്ട് ഒന്ന് തുടച്ച് വെച്ചാൽ കുറേ ദിവസത്തേക്ക് മണം നിലനിൽക്കും. പിന്നെ നമ്മൾ ദൈവത്തിന് പൂക്കൾ വെക്കില്ലേ മുമ്പിൽ വെള്ളത്തിലിട്ടിട്ട്, അപ്പോൾ ആ വെള്ളത്തിലും ഒരു നുള്ളു പൊടിയിട്ടിട്ട് വെച്ച് നോക്കൂ കേട്ടോ. നല്ല ഇഷ്ടമാവും, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. പിന്നെ നമ്മൾ ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ നെയ്വിളക്ക് കത്തിക്കില്ലേ, അപ്പോൾ ആ നെയ്വിളക്കിലും ഞാൻ ഇതുപോലെ ഒരു നുള്ളു പൊടിയിട്ട് കത്തിക്കാറുണ്ട്. അപ്പോൾ നെയ്യിൽ ആ പൊടി കുറച്ചുകൂടി നല്ല മണം തോന്നാറുണ്ട്. പിന്നെ നമ്മൾ സാധാരണ നിലവിളക്ക് സന്ധിക്ക് കൊളുത്തുമല്ലോ, അപ്പോൾ അതിലും ഇതുപോലെ പൊടിയിട്ടിട്ട് വെക്കാറുണ്ട്. നമ്മൾ എണ്ണ വാങ്ങുമ്പോൾ ആ കുപ്പിയിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എന്നും ഇടണ പ്രശ്നമില്ല. അപ്പം ഞാനങ്ങനെ കുപ്പിയിലിട്ടിട്ടാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയിലും ഇത് തേക്കാറുള്ളൂ. അപ്പോൾ ഒരു ദിവസം മുഴുവൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഒരു നുള്ളു എടുത്തിട്ട് വെള്ളം കലക്കിയിട്ട് അതുപോലെ കൈയിൻ്റെ ഇവിടെ ജോയിൻസിൽ, പണ്ട് ഭസ്മം തൊടില്ലേ ആൾക്കാർ, അതുപോലെ ശരീരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ജോയിൻസിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ഫുൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ട് ഫീൽ തോന്നും. ഡ്രസ്സിന്ന് കഴുകിയാൽ പോലും ആ മണം പോവില്ല. അപ്പോൾ എന്നാൽ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ മഴക്കാലമല്ലേ, നല്ല ഇറമണല്ലേ, വീട്ടിലൊക്കെ ഇറമണം ഉണ്ടാവുമല്ലോ കുട്ടികളുടെ ഷൂസും ഒക്കെ. അപ്പോൾ ഇതുപോലെ ഒരു കൽപ്പൂരും 2 പൊടിച്ച് ചേർത്തിയ ഈ പൊടി ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിട്ട് നന്നായി കുലുക്കിയിട്ട് വീട് മുഴുവൻ അടിച്ചു തുടച്ച് കഴിഞ്ഞ ശേഷം വീട് മുഴുവൻ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. കർട്ടനിൽ, സോഫയിൽ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് മൊത്തം ഈ മണം കിട്ടും. അതുപോലെ ഇതൊരു നല്ല നൈസായിട്ടുള്ളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഈ പൊടിയും കൽപ്പൂരവും ഇതും കൂടി പൊടിച്ചത് ഇതുപോലെ നമ്മളുടെ ഈ പാക്കറ്റുകൾ ഉണ്ടാക്കുക കേട്ടോ, ചെറിയ പാക്കറ്റുകൾ. എന്നിട്ട് നമ്മുടെ തുണി വയ്ക്കണ നമ്മുടെ കബോർഡിലും ഷൂ റാക്സിലും ബുക്ക് ഷെൽഫിലും എല്ലാ സ്ഥലത്തും കുട്ടികളുടെ സ്കൂൾ ബാഗിലും ഒക്കെ ഇതുപോലത്തെ ഓരോ പാക്കറ്റ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അലമാരയിലൊക്കെ നമ്മുടെ പട്ടുസാരികളുടെ ഇടയിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്. പണ്ടുള്ള അമ്മൂമ്മമാർ കൈതപ്പൂ വയ്ക്കുമ്പോൾ അത് തുറക്കുമ്പോൾ ഒരു മണം വരില്ലേ, അതുപോലെ ഒരു പഴയ കാലം നല്ല മണമാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മുടെ ചന്ദനം കുങ്കുമൊക്കെ കലക്കി വെക്കണം ആ പാത്രത്തിലും ഇത് ഓരോ നുള്ളിട്ട് കലക്കി വയ്ക്കൂ. അത് തൊടുമ്പോഴും ദൈവങ്ങളുടെ ഫോട്ടോയിലൊക്കെ നമ്മൾ ചന്ദനം തൊട്ട് കൊടുക്കുമ്പോഴൊക്കെ ആ ഒരു മണം നമുക്ക് കിട്ടും. പിന്നെ ഞാനൊരു ചെറിയ ഉരുളിയിൽ കൂടി പൂക്കളിട്ട് വെക്കുന്നുണ്ട്. അതിലും ഒരു നുള്ളിട്ടിട്ട് ഞാൻ ലിവിങ് റൂമിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ അവിടെയും ഫ്രണ്ട് റൂമിൽ നല്ലൊരു മണം കിട്ടും. അപ്പോൾ കാണാനും നല്ല ഭംഗിയല്ലേ. വലിയ ഉരുളിയിലാണ്ടാറ്. ഇന്ന് ഞാൻ ചെറിയ വീഡിയോ കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ ഉരുളിയിൽ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ചെറിയ പാക്കറ്റ് ഉണ്ടാക്കും. നമ്മുടെ അലമാരകളിലും ഷൂ റാക്സിലും ബുക്ക് ഷെൽഫിലൊക്കെ ഇടും കേട്ടോ. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സോ അല്ലെങ്കിൽ പൂക്കളൊക്കെ ഇട്ട് ഇതുപോലെ വെള്ളത്തിൽ വയ്ക്കുമ്പോൾ ആ വെള്ളത്തിൽ ഒരു നുള്ളു പൊടി ഇട്ട് വയ്ക്കൂ. നല്ല മണം ഉണ്ടാവും. അതിനൊപ്പം തന്നെ കൊതുവും വരില്ല കേട്ടുള്ളൂ. അപ്പോൾ ഈ പൊടിക്കൈകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കൂ. ഈ നെയ്വിളക്ക് ഞാനിപ്പോൾ കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ വീട് മുഴുവൻ നല്ല മണമാണ്. അപ്പോൾ ഈ രാമായണ മാസം നല്ല മണമുള്ളതാവട്ടെ നിങ്ങൾക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂട്ടുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.